ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ അയില തേങ്ങ അരച്ച കറിയാണ്. ഇന്നത്തെ കറി തയ്യാറാക്കി എടുക്കുന്നത് തനിനാടൻ രീതിയിലാണ്. അതിനായിട്ട് ഞാനിവിടെ 4 അയലമീൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അരമുറി നാളികേരം തിരുമിയത്, 2 സ്പൂൺ അളവില് എരിവെള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 ചുവന്നുള്ളി കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇന്നത്തെ മീൻകറിയിലേക്ക് ഞാൻ മാങ്ങ ചേർത്തിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇതിനായിട്ട് ഒരു വലിപ്പമുള്ള മാങ്ങ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരത്തെ കാണിച്ച ചേരുവകളെല്ലാം ചേർത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു മൺചട്ടി അടപ്പിലേക്ക് വെച്ച് കൊടുത്ത് ചട്ടി ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയും ചൂടായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉലുവ ചേർത്തൊന്ന് പൊട്ടിച്ചതിന് ശേഷം 5-6 അല്ലി ചുവന്നുള്ളി നല്ലതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്തൊന്ന് ചേർത്ത് വഴറ്റാം. കൂടെ തന്നെ 2 പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയാണ് ചേർത്തിട്ടുള്ളത്. കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പായി വന്നു കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് ഒന്നുകൂടെ മുരിയിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പാണ് ചേർത്തൊന്ന് വഴറ്റിയെടുക്കേണ്ടത്. ഒരുപാട് നേരമൊന്നും അരപ്പ് വഴറ്റേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. അരപ്പിലെ ആ ഒരു വെള്ളമയൊക്കെ ഒന്ന് വറ്റി വരുന്ന പാകമായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് നമ്മുടെ ചാറിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളവും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കണം. ഇനി നമുക്ക് ഈ കറി തിളക്കുന്നത് വരെയും ഒന്ന് ഇളക്കി കൊടുക്കണം. കറി ഇതുപോലെ ഇളക്കി തിളപ്പിച്ച് കഴിഞ്ഞാൽ കറി പിരിയാതെ തന്നെ നമുക്ക് കറി തയ്യാറാക്കി എടുക്കാനും സാധിക്കും. ഇനിയിപ്പോൾ തിളച്ചു വന്നിട്ടുള്ള കറിയിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള മാങ്ങാ കഷ്ണങ്ങളും കൂടെ കഴുകി ചേർക്കാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലവണ്ണം തിളച്ചു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം കറി നല്ലോണം തിളച്ചെന്ന് കുറുകുന്ന പാകത്തിലേക്ക് ആയിക്കഴിഞ്ഞാൽ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്ന മീനും കൂടെ ചേർക്കാം. അയല മീൻ കഴുകി വൃത്തിയാക്കി എടുക്കുമ്പോൾ അതിൻ്റെ ആ ഉള്ളിലെ ആ ഒരു കറുത്ത ഭാഗം നീക്കം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇല്ലെങ്കിൽ നമ്മുടെ മീൻകറിക്ക് ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ മീൻ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നല്ലവണ്ണം ഒന്ന് തിളച്ചു വരാനായിട്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. 3 മിനിറ്റ് നേരം ഫുൾ ഫ്ലെയിമിലും 5 മിനിറ്റ് നേരം ചെറിയ തീയിലും വെച്ച് കറി തിളപ്പിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 5 കൊച്ചുള്ളി കല്ലിൽ ചതച്ച് ചേർക്കാം. ഒരു നുള്ളു വെളിച്ചെണ്ണയും ഒരു കറിവേപ്പില തണ്ടും കൂടെ വെച്ച് പെട്ടെന്ന് തന്നെ കറി ഒന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള അയല തേങ്ങ അരച്ച മീൻകറി ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെയും ഇതുപോലെ ഒരു കറി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ട് ഒന്ന് തയ്യാറാക്കി നോക്കണേ. ആദ്യമായിട്ട് പാചകം ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ കൂട്ടുകാരെ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാനും മറക്കല്ലേ.